കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് 2 എന്ന് പറയുന്ന പേപ്പറിൽ അസസ്മെന്റ് ഓഫ് ഫേം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ്, എക്സ്പെക്റ്റഡ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ലഭിക്കാൻ വേണ്ടി എന്റെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അസസ്മെന്റ് ഓഫ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി ടേം ബുക്ക് പ്രോഫിറ്റ് ഇൻ റിലേഷൻ ടു ദി അസസ്മെന്റ് ഓഫ് ഫേം. അതായത് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി നെറ്റ് പ്രോഫിറ്റ് ഷോൺ ഇൻ ദി കമ്പനീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കുന്ന നെറ്റ് പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഇൻക്രീസ്ഡ് ബൈ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പെയ്ഡ് ഓർ പേബിൾ. ഓക്കെ, അതേപോലെ അതിൻ്റെ കൂടെ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് എത്രയാണോ കൊടുത്തത് അതും കൂടെ ഉൾപ്പെടും. ഇറ്റ് ഈസ് ദി പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ ദി കമ്പനി പേസ് ഓൾ ഇറ്റ്സ് എക്സ്പെൻസസ്. അതായത് കമ്പനി അതിൻ്റെ എല്ലാ എക്സ്പെൻസുകളും കൊടുത്തതിന് ശേഷം, കമ്പനി അതിൻ്റെ എക്സ്പെൻസുകളെല്ലാം കൊടുത്തതിന് ശേഷം വരുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്ന പ്രോഫിറ്റ് ആണ്, വിച്ച് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഇൻകം ടാക്സ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ദി പ്രോഫിറ്റ് ലെഫ്റ്റ് ആഫ്റ്റർ കമ്പനി പേസ് ഓൾ ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആണ്, സ്റ്റേറ്റ് ദി കണ്ടീഷൻസ് ടു ബി ഫുൾഫിൽഡ് ഫോർ ദി പാർട്ണർഷിപ്പ് ഫേം ടു ബി അസസ്ഡ് ആസ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേമായിട്ട് അസസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? അതായത് സെക്ഷൻ 184 ആണ് വരുന്നത്. ഈ സെക്ഷൻ 184 പ്രകാരമുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? കണ്ടീഷൻസ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ണർഷിപ്പ് ഫേം അസസ്ഡ് സച്ച് ആസ് FAS, അതായത് സെക്ഷൻ 184. ഈ ദി ഫേം സാറ്റിസ്ഫൈ ദി ഫോളോയിങ് കണ്ടീഷൻ. ഫേം എന്ത് ചെയ്യണം? താഴെ കൊടുത്ത കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാമത്തത് എന്താണ്? അങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും? നമ്മൾ AOP ആയിട്ടാണ് അസസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ദർ ഈസ് എ റിട്ടൺ പാർട്ണർഷിപ്പ് ഡീഡ്. അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു റിട്ടൺ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ദി ഇൻഡിവിജ്വൽ ഷെയർ ഓഫ് ദി പാർട്ട്നേഴ്സ് ആർ വെരി ക്ലിയർലി സ്പെസിഫൈഡ് ഇൻ ദി ഡീഡ്. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഷെയറിനെ പാർട്ണർഷിപ്പ് ഡീഡിൽ ക്ലിയർലി ഡിഫൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എന്താണ് സ്പെസിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത്, എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് മസ്റ്റ് ബി അക്കമ്പനി ദി റിട്ടേൺ ഓഫ് ഇൻകം. ഓക്കെ, അതായത് റിട്ടേൺ ഓഫ് ഇൻകത്തിൻ്റെ കൂടെ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ ഒരു സർട്ടിഫൈഡ് കോപ്പി കൂടെ എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം. ദെൻ ഫോർത്ത് വൺ, ഇഫ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ എ ചേഞ്ചസ് ടേക്സ് പ്ലേസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഫേം ഓർ ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് പാർട്ണേഴ്സ്, എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് റിവൈസ്ഡ് പാർട്ണർഷിപ്പ് ഡീഡ് ഷാൾ ബി സബ്മിറ്റഡ്. അതായത് പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലോ അല്ലെങ്കിൽ എന്താണ് പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തിയ പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ്, ദർ ഷുഡ് നോട്ട് എനി ഫെയിലിയർ ഓൺ ദി പാർട്ട് ഓഫ് ദി ഫേം വൈൽ അറ്റൻഡിങ് ടു നോട്ടീസ് ഗിവൺ ബൈ ദി ഇൻകം ടാക്സ് ഓഫീസർ. ഇൻകം ടാക്സ് ഓഫീസർ നോട്ടീസ് നൽകി കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാതിരിക്കരുത് ഫേം എന്നുള്ളതാണ്. അതായത് ഫെയിലിയർ ആകരുത് എന്നുള്ളതാണ്. ഇനി അവോയ്ഡൻസ് ഓഫ് എനി ഡിഫോൾട്ട് ലീഡിങ് ടു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. എന്തെങ്കിലും ഡീഫോൾട്ടുകൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ത് ചെയ്യും? ഈടാക്കപ്പെടും എന്നുള്ളതാണ് മറ്റൊന്ന് വരുന്നത്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലാണ് എന്ത് വരുന്നത്? പാർട്ണർഷിപ്പ് ഫേമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ AOP ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ അസസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 184 നല്ല രീതിയിൽ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ്, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ആൾട്ടർനേറ്റീവ് മിനിമം ടാക്സ്. അതായത് AMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അതായത് AMT എന്ന് പറയുന്നത്, ദി പ്രൊവിഷൻ ഓഫ് AMT ആർ അപ്ലിക്കബിൾ ടു ഓൾ പാർട്ണർഷിപ്പ് ഫേം. എല്ലാ പാർട്ണർഷിപ്പ് ഫേമിനും AMT അപ്ലിക്കബിൾ ആണ്. ടാക്സ് പേബിൾ ബൈ ദി ഫേം കനോട്ട് ബി ലെസ് ദെൻ, AMT പറയുന്നത് എന്താണ്? 18.5% കുറവ് ടാക്സ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി 30% ടാക്സ് കാണുന്നു, അതേപോലെ തന്നെ 18.5 കണ്ടിട്ട് ഏതാണോ കൂടുതൽ വരുന്ന ആ ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മാക്സിമം 18.5% കുറയാൻ പാടില്ല ടാക്സ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ
ഇതിൻ്റെ കൂടെ സർചാർജും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്സും ഉൾപ്പെടുന്നതാണ്. 18.5% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് ആസ് പെർ 115 JC. ഓക്കെ, 115 JC പ്രകാരമുള്ള അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ 18.5%. എല്ലാ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിലും AMT അപ്ലിക്കബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എക്സ്പ്ലെയിൻ ദി ടാക്സ് ഇൻസിഡൻറ്റ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ടാക്സ് ഇൻസിഡൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. നോർമലി പാർട്ണർഷിപ്പ് ഫേം ഈസ് റിക്വയർഡ് ടു file a partnership firm income tax return under Income Tax Act. Income Tax Act 1961 പ്രകാരം എന്ത് ചെയ്യണം? പാർട്ണർഷിപ്പ് ഫേം റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. പാർട്ണർഷിപ്പ് ഫേം ആർ ലയബിൾ ടു പേ ടാക്സ് അറ്റ് റേറ്റ് ഓഫ് 30% ഇൻകം ടാക്സ് ആണ് വരുന്നത്. പ്ലസ് എന്തുണ്ടാകും? സർചാർജ് ഉണ്ടാകും. അതായത് 1 crore മുകളിൽ നമ്മുടെ ഇൻകം എക്സീഡ് ചെയ്യുന്നു, ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 12% സർചാർജ് ഉണ്ടാകും. അതേപോലെ തന്നെ HECയും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇതാണ് ടാക്സ് ഇൻസിഡൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേം വരുന്നത്. ഇനി ഡിസ്ക്രൈബ് ദി അസസ്മെൻറ്റ് ഓഫ് LPP ആണ്. ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. നോർമലി ടാക്സേഷൻ ഓഫ് ലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റഡ് ആസ് പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേം പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ചില മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? ദി ഇൻകം ഓഫ് LPP വിൽ ബി ചാർജ് ടു ടാക്സ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് LPP ഓൺലി. അതായത് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ കേസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ടാക്സ് ഈടാക്കുന്നത്. ആൻഡ് നോട്ട് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ പാർട്ണേഴ്സ്. ഇൻഡിവിജ്വൽ പാർട്ണേഴ്സിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നില്ല? ഈടാക്കുന്നില്ല. അതായത് ഒരാളുടെ ഇൻഡിവിജ്വൽ ഇൻകത്തിന് മുകളിൽ ഈടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി പാർട്ണർ ഈസ് എക്സംപ്റ്റ്. പാർട്ണറെ ഭാഗത്തു നിന്നുള്ള ഷെയർ എന്തായിരിക്കും? ഇവിടെ എക്സംപ്റ്റഡ് ആയിരിക്കും. റെമ്യൂണറേഷൻ ടു പാർട്ണേഴ്സ് എന്താണ്? വിൽ ബി ടാക്സ്ഡ് ഇൻകം ഫ്രം ബിസിനസ്. ഇൻകം ഫ്രം ബിസിനസ് ആയിട്ട് റെമ്യൂണറേഷൻ എന്ത് ചെയ്യും? ടാക്സ് ഈടാക്കപ്പെടും LPPയുടെ കേസിൽ നിന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ LPP is allowed to get deduction of remuneration paid to partners subject to maximum limit of prescribed 40 under section B. അതായത് നമ്മൾ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുന്ന ആ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്, 40 under section B. ആ ഒരു ലിമിറ്റ് ഡിഡക്ഷൻ ഇതിലും ബാധകമാണ് എന്നുള്ളതാണ്. പ്രസൻ്റ്ലി ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പിൻ്റെ കേസിൽ 30% ആണ് ടാക്സ് റേറ്റ്. അതേപോലെ തന്നെ 12% സർചാർജ് 1 crore മുകളിൽ വരുന്നുണ്ടെങ്കിൽ അതേപോലെ HECയും അപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ LLP എന്ന് പറയുന്നത് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് അൾട്ടർനേറ്റീവ് മിനിമം ടാക്സിനും അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രൊവിഷൻ വരുന്നത്. ഓക്കെ, ഇതാണ് LPPയുടെ അസസ്മെൻ്റ് കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേം ആണ്. ഒരു ഫേമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഫേമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വരുന്നത് ഇഫ് ദി കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദെയർ അഫയേഴ്സ് ഹോൾലി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് വിത്തിൻ ഇന്ത്യ. അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇന്ത്യയിലാണ് പ്രീവിയസ് ഇയറിലെങ്കിൽ അവിടെ അതെന്തായിരിക്കും? റെസിഡൻ്റ് ആയിരിക്കും. അല്ലെങ്കിലോ അങ്ങനെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ അതെന്തായിരിക്കും? നോൺ റെസിഡൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഫേം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം പെർമിസിബിൾ ലിമിറ്റ് ഓഫ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്. പെർമിസിബിൾ ലിമിറ്റ് ഓഫ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ക്രൈറ്റീരിയയിൽ നിന്നും ചെറിയ മാറ്റം ഇപ്പോൾ പുതിയ അസസ്മെൻറ്റ് ഇയർ പ്രകാരമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നതാണ് ഇഫ് ദി ബുക്ക് പ്രോഫിറ്റ് ഈസ് പോസിറ്റീവ്. ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് 6 lakh ഓഫ് ബുക്ക് പ്രോഫിറ്റ് എടുക്കുന്നു. അതിൻ്റെ 3 lakh അല്ലെങ്കിൽ 90% ബുക്ക് പ്രോഫിറ്റ് വിച്ച് എവർ ഈസ് മോർ. അതായത് ബുക്ക് പ്രോഫിറ്റിൻ്റെ ആദ്യത്തെ 6 ലക്ഷത്തിൽ 3 ലക്ഷം എടുക്കുക. അതേപോലെ 90% ബുക്ക് പ്രോഫിറ്റ് അതിലേതാണ് കൂടുതൽ വരുന്നത് ആ ഒരു വാല്യൂം ബാലൻസിൻ്റെ ബുക്ക് പ്രോഫിറ്റിന് 60% എടുക്കുന്നു. ആ ഒരു വാല്യൂം അപ്പോൾ അത് രണ്ടും എടുക്കുന്നു. എന്നിട്ട് അതായത് ആദ്യത്തേൽ നമ്മൾ ഏതാണോ മോർ വരുന്നത് അതെടുക്കുന്നു, രണ്ടാമത്തേൽ 60% അത് രണ്ടും എടുക്കുന്നു. ഇനി ബുക്ക് പ്രോഫിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ 3 ലക്ഷം എടുക്കുന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആക്ച്വൽ റെമ്യൂണറേഷനും കൂടെ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു എയും ബിയും അതായത് ബുക്ക് പ്രോഫിറ്റിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റും അതേപോലെ ആക്ച്വൽ റെമ്യൂണറേഷൻ നമ്മൾ നോക്കുന്നു. അതിലേതാണോ ലീസ്റ്റ് എമൗണ്ട് അതാണ് നമുക്ക് എന്തായിട്ട് ലഭിക്കുക? ഡിഡക്ഷൻ ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നേരത്തെ തൊട്ട് മുമ്പ് അസസ്മെൻറ്റ് ഇയറിൽ ഇതെന്തായിരുന്നു? 6 lakh എന്നുള്ളത് 3 lakh ആയിരുന്നു. ഇവിടെ 3 lakh എന്നുള്ളത് 1,50,000 ആയിരുന്നു. ആ ഒരു ക്രൈറ്റീരിയ മാറിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഓൾഡ് ക്രൈറ്റീരിയ വെച്ച് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ നോട്ടെന്നും പറഞ്ഞ് കൊടുത്താൽ മതി. നിലവിലുള്ള ക്രൈറ്റീരിയ ഇതാണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് നിർബന്ധമായിട്ട് നിങ്ങൾ അസസ്മെൻറ്റ് ഓഫ് ഫേം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്